കോഴിക്കോട് പയ്യോളിയിൽ നിന്ന് 3 വയസ്സുകാരന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ തച്ചംകുന്നിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പനിയും മറ്റ് ലക്ഷണങ്ങളും ഉണ്ടായതിനെ തുടർന്ന് കുട്ടി വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നു. പരിശോധനാ ഫലം ഇന്നലെ പുറത്തു വന്നപ്പോഴാണ് ഷിഗല്ല പോസിറ്റീവാണെന്ന് വ്യക്തമായത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യാദാസ് ചേർന്നു. രമ്യ, ഷിഗല്ല രോഗം കോഴിക്കോട്ട് ഒരു വിദ്യാർത്ഥിക്ക് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വടകരയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ പോസിറ്റീവാണ്. എത്രമാത്രം ആശങ്കാജനകമാണ് കാര്യങ്ങൾ? കോഴിക്കോടിൻ്റെ ആരോഗ്യസ്ഥിതി പൊതുവെ ആശങ്കാജനകമാണ്. കഴിഞ്ഞ ദിവസമാണല്ലോ റിപ്പോർട്ട് ചെയ്തത്, രമ്യ തന്നെ റിപ്പോർട്ട് ചെയ്തു അവിടെ നിപ്പ ബാധയെ സംബന്ധിച്ച വിവരങ്ങൾ. അപ്പോൾ നിപ്പ രോഗബാധ, ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു ഷിഗല്ല രോഗവും. കൂടുതൽ വിവരങ്ങൾ. വിനോദ് സൂചിപ്പിച്ചതുപോലെ നിപ്പ ബാധ ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. നിലവിൽ സമ്പർക്ക രോഗികളെല്ലാം തന്നെ ക്വാറന്റൈനിലും മറ്റുമാണ്. പക്ഷേ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ. കാരണം പ്രദേശത്ത്, അതായത് കോഴിക്കോട് പയ്യോളിയിലാണ് വിദ്യാർത്ഥിക്കല്ല 3 വയസ്സുകാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു. കാരണം കുറേ നാളുകളായി ഈ കുട്ടിക്ക് വയറിളക്കവും അതുപോലെ ഛർദിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വടകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ പനിയും മറ്റു ലക്ഷണങ്ങളോട് ചികിത്സ തേടിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഇന്നലെയായിരുന്നു ഈ കുട്ടിയുടെ പരിശോധനാ ഫലം പുറത്തു വന്നത്. ഇതിലാണ് ഈ രോഗസ്ഥിരീകരണം, അതായത് ഷിഗല്ല രോഗമാണ് കുട്ടിക്ക് എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുള്ളത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. കുട്ടി വീട്ടിലേക്ക് മടങ്ങി വിശ്രമത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. വീട്ടിലെ മറ്റംഗങ്ങൾക്കും ഈ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. ആ മേഖലയിലെല്ലാം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. പയ്യോളിയിലെ മുനിസിപ്പാലിറ്റിയിലെ തച്ചംകുന്നിലാണ് ഈ ഷിഗല്ല രോഗവും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിനോദ്. അതെ, കോഴിക്കോടാണ് ഷിഗല്ല രോഗം 3 വയസ്സുകാരന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടി ചികിത്സയിലായിരുന്നു. പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴാണ് അത് പോസിറ്റീവാണ് എന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും രമ്യാദാസ്.